എങ്ങനെയാണ് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുക? കോംപ്രമൈസസും സാക്രിഫൈസസും ഒക്കെ റിലേഷൻഷിപ്പിൽ വളരെ ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴോ മാരേജ് ലൈഫിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഒരുപാട് ഷിഫ്റ്റ് നമ്മളുടെ ലൈഫിൽ സംഭവിക്കും. പലതും നമുക്ക് മാറ്റി വെക്കേണ്ടി വരും, പുതിയ ഹാബിറ്റ്സ് തുടങ്ങേണ്ടി വരും. നമ്മൾ മറക്കാതെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പാർട്ട്ണറിന് എപ്പോഴും ഒരു റെസ്പെക്റ്റ് കൊടുക്കുക, അവരുടെ ഹാബിറ്റ്സിനായാലും അവരുടെ അഭിപ്രായങ്ങൾക്കായാലും ഒരു മൂല്യം കൽപ്പിക്കണം. അതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക. ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും, അത് ഷോപ്പിംഗ് ആവാം, സലൂൺ ആവാം, എക്സസൈസ് ആവാം, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യലാവാം. അല്ല, ഇതിൽ പലതും ചിലപ്പോൾ നമുക്ക് കുറച്ച് പൊസസീവ് ആയതുകൊണ്ടോ ചില കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ അത് അവർ ശീലിച്ചു വന്ന ഹാബിറ്റ്സ് ആണ്. ആ സ്പേസ് അവർക്ക് കൊടുക്കുക. അത് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. പിന്നെ പലപ്പോഴും ആളുകൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ഇടയിൽ ഫൈറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം. അവരുടെ വാട്സപ്പ് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതിലൊന്നും ഒരു ആക്സസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആക്സസ് കിട്ടാത്തത് കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവുന്നു. കഴിയുന്നതും അവരുടെ പേഴ്സണൽ സ്പേസ് അവർക്ക് വിട്ടുകൊടുക്കുക. അതിലേക്കൊന്നും നമ്മൾ പീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും രണ്ട് സാഹചര്യത്തിൽ വളർന്ന ആളുകളാണ്. ചിലപ്പം രണ്ട് ആറ്റിറ്റ്യൂഡും അപ്രോച്ചസും ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ അപ്രോച്ചസും ആറ്റിറ്റ്യൂഡ്സും ഒന്നും അയാളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക.